അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ, എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ, എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ, എൻ പുണ്യം നീയേ. അമ്മേ മരിയേ, എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ, എൻ പുണ്യം നീയേ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ശൈലികളും ഒന്ന് മാറ്റുകയാണെങ്കിൽ അതിനൊരു ഒരു ഒരു ആഴമുണ്ടാകും. നമ്മുടെ വ്യക്തിത്വ തലങ്ങളിൽ തന്നെ ഒരു ദൃഢത, എൻ്റെ ക്രിസ്തുവോന്മുഖമായ ആ രക്ഷകന്റെ ഒരു ഊർജം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. വലതുകരമൂർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കാഴ്ചപ്പാട് എന്നാ? മമ്മി 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 നിമ്മിക്ക് ജോലി കിട്ടി മമ്മി. മോള് മമ്മിയോട് പറയുക, മമ്മി നിമ്മിക്ക് ജോലി കിട്ടി. നിമ്മി കൂട്ടുകാരിയാ. എവിടെയാ മോളെ? മമ്മി അവിടെ അടുത്ത മാസം പോകുക മമ്മി, കുവൈറ്റിന് പോകുക മമ്മി. അത് ശരി, ഓ അങ്ങനെയല്ലേ. മമ്മി പറയും, ഓ ആ കൊച്ചിൻ്റെ ഒരു ഉറക്കെ പറ. കണ്ടോ സ്ത്രീ മനസ്സ് കേട്ടോ നിങ്ങൾ? ഒറ്റ ഭാഷ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. എന്താ? ആ കൊച്ചിൻ്റെ ഒരു ഭാഗ്യം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ മമ്മി ചെന്ന് ഉടനെ പപ്പയുടെ അടുത്തേക്ക് ഓടും. കേട്ടോ കേട്ടോ, എന്നാടി നമ്മുടെ മോളുടെ കൂട്ടുകാരില്ലേ നിമ്മി, അവൾക്ക് ജോലി ശരിയായെന്നേ. എവിടെയാടി? അവൾ അടുത്ത മാസം പോകുകയെന്നാ നമ്മുടെ കൊച്ചു പറഞ്ഞത്. എങ്ങോടെ? കുവൈറ്റിന് പോകുക. പപ്പ കേൾക്കും, എന്നിട്ട് പറയൂ, ഏതായാലും ആ കുടുംബം കണ്ടോ, അപ്പന്മാര് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഒരേ മനസ്സോടെ ഈ സൈക്കോളജി കണ്ടോ, മനഃശാസ്ത്രം എന്താ? രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പദങ്ങൾക്ക് ഒരു അടിവരയിടുകയാണ്. ഭാഗ്യമെന്ന് പറഞ്ഞാൽ വിദേശവും, രക്ഷയെന്ന് പറഞ്ഞാൽ ജോലിയും. വിദേശം തെറ്റല്ല കേട്ടോ. എത്രയോ മലയാളി നമ്മുടെ സഹോദരങ്ങൾ വിദേശത്ത്, അതൊന്നും മോശമല്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട്, ഓ ഭാഗ്യം. എന്താ ഭാഗ്യം? എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള. അപ്പൊ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവിൻ്റെ അമ്മ കൂടെ ഉള്ളതാ ഭാഗ്യം. ഒന്ന് കൈയടിച്ച് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. രക്ഷ എന്താന്നും പറയാം. ശിമിയോൻ പറഞ്ഞു, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ രക്ഷയാരാ? ഈശോയാണെന്ന് പറയാം. ഒരു കയ്യടി കൂടെ കൊടുത്തേരെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഭാഗ്യം, രക്ഷ നിങ്ങളുടെ മുമ്പിൽ തന്നെ, നമ്മുടെ മുമ്പിൽ തന്നെ. അതുകൊണ്ട് ഒന്ന് തിരുത്തി എഴുതാം. എൻ്റെ ഭാഗ്യം കർത്താവിൻ്റെ അമ്മയോട് കൂടിയുള്ള വാസമാണ്. എൻ്റെ രക്ഷ എൻ്റെ യേശുവാ. നമുക്ക് ആരോപിക്കരുത് ജോലിയിലും സമ്പത്തിലും. ഇനി ദയവായിട്ട് ഈ പദം ഉപയോഗിച്ച്, കാരണം ആ പദത്തിന് വലിയ മേന്മയുണ്ട്. ഹല്ലേലൂയ. വലതുകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു വരിക ഇപ്പോൾ ഈ ചിന്തയിൽ, ഈ ആനുകാലിക തലങ്ങളിൽ മരിയ സ്നേഹത്തെ, ഈ മരിയ ഭക്തിയെ, അത് വെറും ഭക്തിയല്ല, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം എന്ന് പറഞ്ഞാൽ, എനിക്ക് പള്ളി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാ, ദേവാലയം എവിടെയാ, എൻ്റെ ദൈവം വസിക്കുന്ന ഇടത്തിൽ ഞാൻ എങ്ങനെ ചരിക്കുന്നത്, എൻ്റെ നോട്ടം എങ്ങനെ, എൻ്റെ വാക്കെങ്ങനെ, എൻ്റെ പ്രവൃത്തി എങ്ങനെ, എൻ്റെ വസ്ത്രധാരണം എങ്ങനെ. കാരണം ദൈവസന്നിധിയിലാണ് ഞാൻ. ഇവിടെ എനിക്ക് ഈ അത്ഭുതകരമായ ഒരു ഭക്തിയുടെ നിറവ് ഹൃദയ പരമാർത്ഥതയോടെ ഉറയ്ക്കണമെങ്കിൽ ഈ അമ്മ എന്ന പാത്രത്തിൽ നിന്ന് ഞാൻ എടുക്കണം. ഹല്ലേലൂയ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ. അപ്പൊ സഹോദരങ്ങളെ, ഇനി വീണ്ടും ഞാൻ പറയുകയാണ്, ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഗ്ലാസ് അല്ല, വെള്ളം കുടിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞെന്നറിയാമോ?
വെള്ളം ചോദിച്ചപ്പോൾ സത്യത്തിൽ ഗ്ലാസ്സാ തരുന്ന, ഗ്ലാസ്സിനുള്ളിലാണ് വെള്ളം. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞു. കൃപയുടെ നിറവാരെന്നറിയോ? മറിയം. അത് തന്നെ ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞതും. ഹല്ലേലൂയ. അമ്മയെ സായത്തമാക്കിയാൽ, വെള്ളം ചോദിച്ചപ്പോൾ ഗ്ലാസ്സാ കിട്ടിയത്, അപ്പോൾ കൃപ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് മറിയത്തെ കിട്ടും. ഇതാ നിന്റെ അമ്മ. അതിനുള്ളിൽ മുഴുവൻ കൃപയാ, ഇഷ്ടംപോലെ കൃപ. ഇവിടെ ഞാൻ ടാപ്പ് തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ടാങ്ക് ആ കൃപയുടെ നിറവിൽ നിന്നാ, പക്ഷേ കിണറ്റിൽ നിന്നാന്ന് പറഞ്ഞതുപോലെ ദൈവമാണ് കൃപയുടെ നിറവ്. ആ ദൈവം കൃപയുടെ നിറവ് ഇതാ ചൊരിഞ്ഞു വെച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇനി നമ്മൾ വളരെ ഗൗരവമായി ഒന്ന് ചിന്തിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇനിയുള്ള തുടർന്ന് ഒരു ചിന്താധാരയെ നമുക്കൊന്ന് മനനം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി നമ്മൾ സ്തുതിക്കാൻ പോവുക. ഒരു വലിയ ശക്തമായ കൃപയുടെ ഒഴുക്ക് നമ്മളിലേക്ക് ഒഴുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഇരു കരങ്ങളും ഉയർത്തി നമ്മൾ സ്തുതിക്കാൻ പോവുക. അതരം തുറക്കണം, ഹൃദയം തുറക്കണം. കർത്താവ് ഒരു വലിയ കാര്യം പഠിപ്പിച്ചുറപ്പിക്കാൻ പോവുക. നമുക്ക് സ്തുതിച്ചുറയ്ക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ദിവ്യകാരുണ്യ സ്നേഹമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ കുഞ്ഞുങ്ങളായി മാറുമ്പോൾ ഈ ഈശോ കണ്ടോ, ഈശോ ഏതെല്ലാം നന്മയുടെ സാക്ഷ്യങ്ങളായി മാറി. കരുണ നിറഞ്ഞവനായിരുന്നു, കരുണാമയനായിരുന്നു അവൻ, അനുകമ്പയുള്ളവനായിരുന്നു. എന്നാലോ ധീരത എന്നതായിരുന്നു. ആ കുറുക്കനോട് പറഞ്ഞുതരാം, ഞാനിവിടെ കാണുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു നേതാവിന് വേണ്ട ഊർജം ഇതെല്ലാം ഈ അമ്മ പഠിപ്പിച്ചു. എന്തുമാത്രം കല്ലേറുണ്ടായി, പക്ഷെ അവിടെയൊന്നും പതറാത്ത. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ അമ്മയുടെ കുഞ്ഞുങ്ങളായി മാറിയാൽ ആന്തരിക സുഖം കിട്ടും. ഒരു ഉണർവാർന്ന ക്രിസ്തു വ്യക്തിത്വം സ്വായത്തമാക്കുകയും ചെയ്യും. ഇനി വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം, അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അതാരായിരുന്നു? ആരായിരുന്നു? മറിയമാണെന്ന് വെളിപാടിൽ എഴുതിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ? നമുക്കറിയാം, നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഉൾജ്ഞാനങ്ങൾ, ഉൾചിന്തകൾ, അത് പരിശുദ്ധാത്മാവ് തിരുസഭയ പ്രബോധനങ്ങളിലൂടെയാണ് വെളിവാക്കി തരിക. അപ്പം നമുക്ക് എന്ത് മറഞ്ഞിരിക്കുന്ന എന്തുമാത്രം കാര്യങ്ങളുണ്ടോ അത് സഭയിലൂടെ, പ്രബോധനങ്ങളിലൂടെ നമുക്ക് വെളിവായി കിട്ടും. സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ അത് പരിശുദ്ധ മറിയമാണെന്ന് സിഗ്നം മാഗ്നം എന്ന തിരുവെഴുത്തിൽ, അപ്പസ്തോലിക പ്രബോധനത്തിൽ പോൾ 6-ാമൻ പാപ്പ, അഥവാ ദ ഗ്രേറ്റ് സൈൻ, വലിയ അടയാളം എന്ന ആ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നുണ്ട്, സൂര്യനെ ഉടയാടിയാക്കിയ വെളിപാടിലെ സ്ത്രീ അത് മറിയത്തിൻ്റെ പ്രതീകമാണ്. സഭയെന്നും വിവക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറിയത്തിൻ്റെ പ്രതീകമാകുമ്പോൾ സഹോദരങ്ങളെ, ഇതാ മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കൂടി കാണപ്പെടുന്നു, അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം. അതാരായിരിക്കും? ആരാ? സാത്താൻ. കണ്ടോ? അപ്പം മറിയത്തിൻ്റെ ക്രമീകരണങ്ങളും പദ്ധതികളും എവിടെയുണ്ടോ അതിനെ നോട്ടമിട്ട് എപ്പോഴും അവനിങ്ങനെ അടുത്തുകൂടാൻ പേടിയാ, പക്ഷേ അകന്നവനിക്ക് നോക്കും. മറ്റൊരു അടയാളം കാണപ്പെട്ടു, അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം. ചോദിക്കട്ടെ, മറിയം നിൽക്കുന്ന സൂര്യനെ ഉടയാടിയാക്കി പ്രഭാപൂർണയായി നിൽക്കുക, ഇവനോ അഗ്നിമയനാ. സൂര്യന്റെ മുമ്പ് അഗ്നിക്ക് വല്ല പ്രസക്തിയുണ്ടോ? ഹല്ലേലൂയ. ഇനി നോക്കുക, അഗ്നിമയനായ ഒരു ഉഗ്ര സർപ്പം, അതിന് 7 തലയും 10 കൊമ്പും. തല എത്രയാ? 7. കൊമ്പ് എത്രയാ? 10. ഒരു 5 തലയും 10 കൊമ്പും ആണെങ്കിൽ പിന്നെ ഒരു കൃത്യതയെങ്കിലും ഉണ്ടായിരുന്നു. ഇതൊരു വൈകൃതമാ. 7 തലയും 10 കൊമ്പും. അവന്റെ രൂപം തന്നെ വൈകൃതമാ. സഹോദരങ്ങളെ, 7 സഭകളെ കുറിച്ചൊക്കെയാണ് അത് പറയുന്നതെന്ന് വെളിപാട് വീക്ഷിക്കുമ്പോഴും വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നു, വെളിപാടിൻ്റെ ആഴങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മരിയ സ്നേഹത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, അതിന് ഞാനൊരു വ്യാഖ്യാനം കൊടുക്കുന്നു, അത് ദൈവഹിതത്തിന് കീഴിൽ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ലൂയി മോൺഫോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്. 7 തല. തലയെന്ന് പറയുന്ന അർത്ഥം എന്താ? തല. നമ്മൾ പറയാറുണ്ട്, ഓ ആ കൊച്ചിന് നല്ല തലയാകട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നല്ല ഇതാ.
പ്രിയമുള്ളവരെ, 7 തല. മൂലപാപങ്ങൾ എത്രയാ? 7 എന്ന് പറഞ്ഞ ഓർത്തുകൊള്ളുക. ദൈവത്തിന്റെ മുദ്ര നേടിയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിനക്ക് ഞാൻ ജ്ഞാനസ്നാനം വാങ്ങുന്ന ഒരു കുഞ്ഞ് പരിശുദ്ധാത്മ ഉജ്ജ്വലനത്തിന്റെ ദൈവത്തിന്റെ പുത്രനാ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. കണ്ടോ? മാമോദീസ വഴി സ്വർഗത്തിന് ഉടമകളായി ദൈവത്തിന്റെ മക്കളാ നമ്മള്. ഈ മക്കളെ വിഷാദവും നിരാശ, ആകുലത, ഉത്കണ്ഠ, ഭയം, പക, വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം കുത്തിവെക്കുന്ന വിഷം നിറച്ചിരിക്കുന്ന തലയാ ഇവന്റെ 7 തല. ഹല്ലേലൂയ. ഇനി നോക്കിക്കോ, കൂദാശകൾ എത്രയാ? 7. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എത്രയാ? 7. ഇവന്റെ തല എത്രയാ? 7. പ്രിയമുള്ളവരെ, ഒരു മുന്നേറ്റം. 7 തല കൂദാശകൾ. മാമോദീസ, അവനെതിരെ അവന്റെ 1 തല. മാമോദീസ ഇതാ ഒരുവൻ രക്ഷയിലേക്ക് കടന്നു വരും, സ്വർഗത്തിന് അവകാശിയായി മാറുന്ന മുദ്ര നേടുക. ഇന്ന് ഒരു ആഭ്ലാടമാക്കിയേക്കാം. അവന്റെ തല പ്രവർത്തിച്ചു. മാമോദീസ ഒരു വലിയ ആഘോഷത്തിന്റെ പരിവേഷം, ഉള്ളിൽ വലിയ കാമ്പൊന്നുമില്ലാത്ത അവസ്ഥയായി മാറി. ഹല്ലേലൂയ. സ്ഥൈര്യലേപനം, കുമ്പസാരം. അച്ഛനുണ്ടോ? ഒന്ന് കുമ്പസാരിച്ചേക്കാം എന്ന് പറയുന്ന ലാഘവത്വം. എന്തൊക്കെ ചെയ്തു കൂട്ടാനും കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്നുള്ള മനോഭാവം. ഇനി കുർബാന. മറ്റേതു കാലത്തേക്കാൾ കുർബാന നിന്ദിക്കപ്പെടുന്നു, അവഹേളിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തിൽ അമ്മ എത്രയോ പറഞ്ഞു കഴിഞ്ഞു. ആദരവില്ലാതെ, യഥാർത്ഥ ഒരുക്കമില്ലാതെ, ഹൃദയശുദ്ധിയില്ലാതെ, വെറുതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ മനുഷ്യൻ ഒരു ചിന്തയുമില്ലാതെ ഈ ദിവ്യകാരുണ്യം ഭക്ഷിക്കുമ്പോൾ ആ കർത്താവ് ഞെരുങ്ങി ഉരുകുന്ന അനുഭവം അമ്മ പങ്കുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, കുർബാനയുടെ മഹനീയതയെ ഇടിച്ചു കാണിക്കുന്ന രീതിയിലുള്ള സാത്താനീയ പൂജകൾ, ആരാധനകൾ നമുക്കറിയാം. ഇത് പുറത്തു വരുമ്പോൾ, ഈ പ്രഘോഷണം കേട്ട് കഴിയുമ്പോൾ അവരും ശ്രദ്ധിച്ച് കേൾക്കും, എനിക്കറിയാം. അപ്പോൾ സാത്താനീയ ആരാധനകൾ, ദിവ്യകാരുണ്യം മോഷ്ടിച്ചുകൊണ്ടുപോലുള്ള കാര്യങ്ങൾ. ഇനിയോ കുർബാന, കുമ്പസാരം, കുർബാന, പിന്നെ രോഗീലേപനം, പിന്നെ 2 കൂദാശകൾ. ഏതൊക്കെയാ? വിവാഹം, തിരുപ്പട്ടം. വിവാഹം. അവന്റെ തല ചിന്തിച്ചു. തിരുസഭയുടെ ഉജ്ജ്വലനം ഗാർഹിക സഭയായ കുടുംബങ്ങളിൽ ആഴപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കുടുംബങ്ങളെ വേര് പിടിപ്പിക്കരുത്. അവൻ നുഴഞ്ഞു കയറി, ആരും അറിഞ്ഞില്ല. ലോകവിജ്ഞാനമായും ലോകമാധ്യമങ്ങളായും കുടുംബത്തിൽ അവൻ വേരുറപ്പിച്ചു. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, മാധ്യമങ്ങൾ മോശമൊന്നുമല്ല. നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്ന്, നമ്മുടെ ഈ ശാലോമും നമ്മുടെ ഗുഡ്നസ്സും നമ്മുടെ മറ്റ് ഷക്കീന അതൊക്കെ ഒത്തിരിയേറെ നമുക്ക് ആശ്വാസം പകരുന്നു, സൗഖ്യത്തിൻ്റെ സന്ദേശം തരുന്നു, വചനം നിറവ് തരുന്നു, ഒക്കെ നല്ലതാ. പക്ഷേ അതിൽ നിന്നും മാറി മറിഞ്ഞ് ഈ ലോകത്തിന്റെ വാർത്തകൾ, എന്തോ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇല്ലേ, ഇതെല്ലാം കണ്ടും കേട്ടും രാത്രിയിൽ ഈ FIR-ഉം ഇതെല്ലാം കണ്ട് ഈ വേണ്ടാത്തതെല്ലാം നിറച്ച് നമ്മുടെ മക്കൾ ഇങ്ങനെ ഈ നെറ്റും ഇന്റർനെറ്റിന്റെ ദുരുപയോഗത്തിൽപ്പെട്ട് കണ്ടോ, അതിനൊരു മാധുര്യമുണ്ട്. അങ്ങനെ ഇതാ പ്രിയമുള്ളവരെ, കുടുംബത്തിൽ അവൻ നുഴഞ്ഞ്. കാരണം അമ്മ അവിടെ ഇല്ല, പ്രാർത്ഥനയില്ല, വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നു? അവൻ നുഴഞ്ഞു കയറി, അവൻ സ്വൈര്യവിഹാരം നടക്കുന്നു. ഇതാ 1 പറഞ്ഞു, 2 പറഞ്ഞു, പിന്നെ എനിക്ക് വേണ്ട അച്ഛാ, എനിക്ക് പുള്ളിക്കാരനെ വേണ്ട, എനിക്ക് പറ്റിയല്ല, 1 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടേ, എൻ്റെ പൊന്ന അച്ഛോ വിട്ടാരെ, ഞാനില്ല, ഇനി അവൾ എനിക്ക് വേണ്ട. ഇതൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല. പ്രിയമുള്ളവരെ, വെട്ടിമുറിക്കപ്പെടുന്ന വിവാഹമോചനങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. എന്താ? ഇവന്റെ തലയുടെ പ്രവർത്തനമാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, വിവാഹം കൂദാശ. ഇനിയോ തിരുപ്പട്ടം. ഓരോ വിശ്വാസിയും ഹൃദയ നിറവോടെ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, എന്ത്? ഞാൻ നന്ദിയുള്ളവളാകണം. കാരണം എനിക്ക് മാമോദിസ നൽകി, സ്ഥൈര്യലേപനം നൽകി, എൻ്റെ പാപമംഗലമായ ജീവിതത്തെ കഴുകി ശുദ്ധി ചെയ്ത് എനിക്ക് കുമ്പസാരം നൽകി,
എനിക്ക് ദിവ്യകാരുണ്യം വിളമ്പി നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ തളർന്ന ജീവിതത്തെ ബലപ്പെടുത്തുന്ന എൻ്റെ വൈദികൻ. ഓരോ വിശ്വാസിയും തിരിച്ചറിയണമേ, എൻ്റെ വൈദികന് വേണ്ടി ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം. കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞല്ലോ, മെഡ്ജുഗോറിയൽ ലാസ്ലേറ്റിലും അമ്മ പറഞ്ഞു, എൻ്റെ ശത്രു എൻ്റെ നേരെ ആക്രോശിച്ചു. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ 10,000 നിന്റെ 10,000 മക്കളെ മറിച്ചിടാൻ എനിക്ക് ഒരുവനെ മറിച്ചാൽ മതി, അത് പുരോഹിതനാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണമേ, ഇന്ന് സാത്താൻ ഒരു കെണി ഒരുക്കിയിരിക്കുന്നു. എന്താന്നല്ലേ, ഈ മാധ്യമങ്ങളിലൂടെ തെറ്റായ ചിന്തകൾ. എന്താ, ആ വൈദികൻ ഇങ്ങനെയാണ്, ഈ സന്യസ്ത ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഇത് നമ്മൾ ആഘോഷിക്കുക കുടുംബങ്ങളിൽ. ഈ വാർത്ത സഭയെക്കുറിച്ച് നെരുമ്പും അറിവില്ലാത്തവർ ചർച്ച നടത്തുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനും നീയും എന്ന വിശ്വാസി വിധി എഴുതുന്നു. അല്ലേലും അച്ഛന്മാർ ഇങ്ങനെയാ, അല്ലേലും സിസ്റ്റേഴ്സ് ഇങ്ങനെയാ. അതൊരു വലിയ കെണിയാകട്ടോ. കാരണം ഈ ചിന്തയിലും ഈ വിധിക്കലിലും എൻ്റെ കൃപയുടെ ഒഴുക്ക് ബ്ലോക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ തറച്ച ഉറപ്പ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത്. എന്ത്, അച്ഛന്മാർ പറഞ്ഞ ഒന്നും ചെയ്താൽ ഒന്നും പറയാൻ പാടില്ല, അൽമാർക്കൊന്നും പറയാൻ പാടില്ല. പ്രിയമുള്ളവരെ, വൈദികന് കുറവുണ്ടെങ്കിൽ, സന്യസ്തയ്ക്ക് കുറവുണ്ടെങ്കിൽ ആ വിളി ദൈവത്തിൻ്റെ വിളിയാ. ദൈവത്തിന് നന്നായി അറിയാൻ കാര്യങ്ങൾ പരിഹരിക്കാൻ. ഹല്ലേലൂയ. മറ്റൊരു വികലത നമ്മൾ എന്താണെന്നറിയാമോ, ഓരോരുത്തരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ലോകം മുഴുവനുള്ള അച്ഛന്മാരെ ഒറ്റയടിക്ക് വിധി എഴുതും. ഹല്ലേലൂയ, അച്ഛന്മാരല്ല ഇങ്ങനെയാ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒന്ന് തിരുത്തി എഴുത്. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അമ്മ മെഡ്ജുഗോറി പറഞ്ഞു, എൻ്റെ വൈദികന് വേണ്ടി, എൻ്റെ സന്യസ്തയ്ക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ തലമുറകൾ വിശേഷവിധിയായി അനുഗ്രഹിക്കുവാൻ എൻ്റെ പുത്രനോട് ഞാൻ അപേക്ഷിക്കും. വലതുകരമുത്തി ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് അഭിമാനത്തോടെ പറയട്ടെ, തൊടുപുഴയിൽ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. അഭിബന്ധ ജോർജ് മടത്തിക്കണ്ട പിതാവിൻ്റെ വാത്സല്യത്തിൽ ഞങ്ങൾ ഒരു കൂട്ടായ്മ, ഞങ്ങളുടെ ജോർജ് കുരിശുമൂട്ടിൽ അച്ഛൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ കുര്യാക്കോസ് കൊടകലിലെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ ചേർന്ന് അവരുടെയൊക്കെ ആ വിധേയത്വത്തിൽ ഞങ്ങൾ നീങ്ങുമ്പോൾ എല്ലാ 2ഉം 4ഉം വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. 1-ാം രഹസ്യം തിരുസഭയ്ക്കും പരിശുദ്ധ പിതാവിനും വേണ്ടി. 2-ാം രഹസ്യം അഭിബന്ധ കർദിനാൾ തിരുസംഘത്തിനും മെത്രാമാർക്കും മെത്രാപ്പൊലീത്തമാർക്കും വേണ്ടി. 3-ാം ദിവ്യരഹസ്യം എല്ലാ വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി. 4-ാം ദിവ്യരഹസ്യം എല്ലാ സന്യാസിനികൾക്കും എല്ലാ സന്യാസിനിയാർത്ഥികൾക്കും വേണ്ടി. 5-ാം ദിവ്യരഹസ്യം എല്ലാ മിഷണറിമാർക്കും അൽമായ പ്രേക്ഷിതർക്കും വേണ്ടി. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെന്നല്ലേ, ജീസസ് യൂത്തിന് വേണ്ടി, KCYM-ന് വേണ്ടി, പിതൃവേദിക്ക് വേണ്ടി, AKCCക്ക് വേണ്ടി, മാതൃവേദിക്ക് വേണ്ടി, അതുപോലെ തന്നെ സൺഡേ സ്കൂളിന് വേണ്ടി, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി, മറ്റ് ഇതര ജോലിക്കാർക്ക് വേണ്ടി, പ്രിയമുള്ളവരെ ഓൾട്ടർ ബോയ്സിന് വേണ്ടി, ഗായക സംഘത്തിന് വേണ്ടി, കൈക്കാരന്മാർക്ക് വേണ്ടി, കപ്പ്യാരന്മാർക്ക് വേണ്ടി, പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ തൂപ്പ് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, പള്ളികളിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് വേണ്ടി, കുഴി വെട്ടുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. ഇത് ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം പരിശുദ്ധ അമ്മ വഴി കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ വർണ്ണിക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് തിരുപ്പട്ടം എന്ന ഈ ധന്യതയെ, ഇതാ പ്രത്യേകിച്ച് ഈ തിന്മയുടെ കടന്നുകയറ്റം സഭയിൽ അവൻ ചൂഴ്ന്നു കയറാൻ ശ്രമിക്കുമ്പോൾ സഭാ മക്കളായ നമ്മൾ ഒരുമയോടെ നിന്ന് പരിശുദ്ധ അമ്മയോടും, അവൾ തിരുസഭയുടെ രാജ്ഞിയ, വൈദികരുടെ രാജ്ഞിയ, കന്യകളുടെ രാജ്ഞിയ, ഈ അമ്മയ്ക്ക് ഇഷ്ടവാ വൈദികരെ ആദരിക്കുന്നത്, അവരെ സ്നേഹിക്കുന്നത്. അവരോട് സ്നേഹം വേണം പ്രിയമുള്ളവരെ, സ്നേഹിക്കണം. എനിക്കിന്ന് ഉറപ്പുണ്ട്, എൻ്റെ എളിയ ജീവിതത്തിൽ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ കുർബാന അർപ്പിച്ചു കഴിഞ്ഞ് നമ്മുടെ ബഹുമാനയുടെ ജോസച്ചൻ വികാരി അച്ഛൻ ഈ പിന്നിൽ നിന്നുകൊണ്ട് എൻ്റെ ശിരസിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചപ്പോൾ എനിക്ക് ബോധ്യമുണ്ട്, ഇന്നീ മഹോന്നതമായ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ആശീർവദിച്ചതിൻ്റെ ആ തിരുസ്വർഗത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ കയ്യൊപ്പിൻ്റെ ജ്വലനമാണ് എൻ്റെ എളിയ ജീവിതത്തിൻ്റെ ഊർജം. വരദേവത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഞാൻ കണ്ടു ജസൻ സിസ്റ്റർ എറണാകുളമ്മ വന്നപ്പോൾ വിളിച്ച് അങ്ങോട്ട് മാറി നിർത്തിയിട്ട് അവിടെ പോയി ശിരസ് നമിച്ച് നിൽക്കുക. എൻ്റെ കണ്ണ് നിറഞ്ഞു.
ഇതൊരു ഭംഗിവാക്യം പറയുന്നതല്ല, സിസ്റ്റർ പറയുന്നതല്ല. എന്താ? ആ ജനറാളമ്മ ആ കരം വെച്ച് സിസ്റ്ററിൻ്റെ ശിരസ് വെച്ച് പ്രാർത്ഥിക്കുക. എന്തിനാ? അതിലൊരു സ്വർഗത്തിൻ്റെ കയ്യൊപ്പുണ്ട്. അതിലൊരു വലിയ സ്വർഗീയ നിറവിൻ്റെ കൃപയുടെ ഒഴുക്കുണ്ട്. അതേ വിജയിക്കൂ, അതേ വിജയിക്കൂ. കണ്ണുകൾ അടയ്ക്കാൻ പ്രിയമുള്ളവരെ, സമ്പൂർണമായി നമ്മളെ നൽകാം. 7 തലയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 10 കൊമ്പുണ്ട്. ദൈവത്തിനുണ്ട് കൽപ്പനകൾ 10. അവൻ്റെ കൊമ്പുകൾ, ഈ 10 കൽപ്പനകൾക്കെതിരെ അവൻ ആക്രോശത്തോടെ വരികയാ. നടക്കില്ല. മറിയം ഉള്ളിടത്തോളം കാലം, മറിയമക്കൾ ഉള്ളിടത്തോളം കാലം ഒന്നും നടക്കാൻ അനുവദിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ അമ്മയ്ക്ക് ബലം പകരുവാൻ, വരും കാലങ്ങളിൽ തിരുസഭയുടെ ഉജ്ജ്വലനത്തിന് വേണ്ടി അണിനിരക്കുവാൻ, എൻ്റെ വൈദികനെ, എൻ്റെ സന്യസ്തയെ ആദരവോടെ കണ്ടറിയുവാൻ, ഫ്രാൻസിസ് അസീസി പറഞ്ഞില്ലേ, ഒരു വൈദികനും മാലാഖയും വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുട്ടുകുത്തി വൈദികന്റെ പാദങ്ങൾ ചുംബിക്കും. അവൻ്റെ കരങ്ങളിലാണല്ലോ ദൈവം ഇറങ്ങി വരുന്നത്. വൈദികൻ വിലയുള്ളവനാ, സ്വർഗത്തോളം വളർന്നവനാ. കുറവുകളുണ്ടാകും. ഏതെങ്കിലും വൈദികന് പാദങ്ങൾ ഇടറിയാൽ അതിന് കാരണം എൻ്റെ അശുദ്ധിയും കുറവുമാണെന്ന് തിരിച്ചറിയാനുള്ള എളിമ വിശ്വാസിയായ എനിക്കുണ്ടാകണം. അങ്ങനെ നീങ്ങുമ്പോൾ ആ എളിമയെ തൃക്കൺ പാർക്കും ദൈവം. കർത്താവേ, ഞങ്ങളിതാ ശിരസ് നമിക്കുന്നു നാഥ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പരിശുദ്ധാത്മാവിൻ്റെ നിറവുകളാക്കുവാൻ അങ്ങ് തന്നല്ലോ അമ്മയെ. ഞങ്ങൾ സ്നേഹിക്കട്ടെ ഈ അമ്മയെ, ഞങ്ങൾ മുറുകെ പിടിക്കട്ടെ ഈ അമ്മയെ, ഞങ്ങൾ നടന്നെടുക്കട്ടെ ഈശോ അങ്ങയിലേക്ക്, അങ്ങയുടെ സ്നേഹത്തിലേക്ക്. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, തിരുസഭയുടെ രാജ്ഞി, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, തിരുവചനത്തിൻ്റെ അമ്മേ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ, അമ്മ ഞങ്ങളെ നയിക്കണമേ. ഒരു വിശിഷ്ടമായ ജീവിതത്തിനുടമകളായി മാറി, വീടിനും നാടിനും തിരുസഭയ്ക്കും അനുഗ്രഹങ്ങളായി മാറി, ഞങ്ങളുടെ ഏതവസ്ഥയിലും സന്തോഷത്തിൽ നിറഞ്ഞു മുന്നേറുവാൻ ഞങ്ങളെ നയിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.